പ്രേതബാധ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് തെളിയിച്ച് തന്നാല. നിങ്ങൾ ക്യാമറ ആയിട്ട് വന്നാൽ ഞാൻ എടുക്കുന്ന ആളുടെ സമ്മതപത്രം മേടിക്കാമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. അനുമോള് ബിഗ് ബോസിൽ ജയിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത് അവരത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയിലൂടെയാണ്, അല്ലെങ്കിൽ ഈ കുട്ടിച്ചാത്തൻ പരമായിട്ട് ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചത് നിങ്ങളിപ്പോ പറഞ്ഞു. അവള് ജയിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാണ് ജയിക്കുമെന്ന്. അതെ, ഞാൻ പറയട്ടെ, അങ്ങനെ ചെയ്തത് അവള് ജയിച്ചു കഴിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത് അവള് ജയിച്ചെന്ന്. സാത്താ സേവയുള്ള ബിഗ് ബോസിനകത്ത് നിൽക്കാനായിട്ട് അവളുടേതായിട്ട് എനർജിക്കായിട്ടുള്ള പാവ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ പാവയിൽ നിങ്ങൾ ഒരു ചെറിയ പാവ വേണ്ട, ഒരു പേന മതി. അപ്പൊ ഈ ബിഗ് ബോസ് സെറ്റ് ഒരു ഇലുമിനാറ്റി പോലത്തെ സെറ്റാന്നാണോ നിങ്ങൾ പറയുന്നത്? അത് തന്നെ. അതിനകത്ത് വേറെ അതെന്തുകൊണ്ടാ? അതിന്റെ കണ്ണ്, ഇലുമിനാറ്റി എന്ന് പറയുന്ന കണ്ണ് ആണ് സ്റ്റാർട്ടിങ്. അതിന്റെ പരസ്യം തുടങ്ങുന്നത് കണ്ട, അതായത് 99 6 6 6 13 എന്നൊക്കെ പറയുന്ന നമ്പറുണ്ട്. ലൂസിഫർ, ഇതെല്ലാം സാത്താ സേവയിൽ പെട്ടതാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങളല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പാസ്സാകുമോ എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഏത് എനർജിയാണ് കുറവ് വന്നിരിക്കുന്നത്, ആ എനർജി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ എനർജി തരുന്നു. അതെ. നമസ്കാരം, ഗ്ലോബൽ വില്ലേജിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ സുജി. വിശ്വാസം, അന്ധവിശ്വാസം, മനുഷ്യരുള്ള കാലം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന 2 വാചകങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മട്ടുമ്മൽ ദേവസ്ഥാനം മഠാധിപനായിട്ടുള്ള സുജിത് ആശാനാണ്. നമസ്കാരം. നമസ്കാരം. ഈ ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള, ഈ സീസണിലെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ശാരികയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ താങ്കളെ ആദ്യമായിട്ട് കാണുന്നത്. ആ ഇൻ്റർവ്യൂവിൽ ഈ സുജിത് ആശാൻ എന്ന് പറയുന്ന താങ്കൾ ശാരികേൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ റീ എൻട്രി ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ തരുന്ന ചരടും മന്ത്രവും ഒക്കെ ചെയ്ത് നിങ്ങൾ റീ എൻട്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു എന്ന് ശാരികേൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ശാരികക്ക് ജയിക്കാനുള്ളൊരു കപ്പാസിറ്റി, ഒരു വിന്നർ ആവാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് കണ്ട ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ജപിച്ചു തരുന്ന ചരട് കൊണ്ട് ശാരിക ജയിച്ചിരുന്നേനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചരടൊക്കെ ജയിക്കാൻ പറ്റുമോ? അതിനകത്ത് ശരിക്കും നെഗറ്റീവായിട്ട്, അതായത് ശരിക്കും ബിഗ് ബോസിനകത്ത് ആ സെറ്റ് എന്നാ പറയുക, സെറ്റല്ലേ, അത് വർക്ക് ചെയ്യണം. അതിനകത്ത് ചെയ്തിരിക്കുന്ന ഇലുമിനാറ്റി പരമായിട്ടുള്ള നെഗറ്റീവ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും എത്ര കഴിവുള്ളവനാണെങ്കിൽ പോലും അവൻ 2 ദിവസം, ഒരു ദിവസം കഴിയുമ്പോൾ തോറും അവൻ തളർന്നു പോകും. അതിന് ഏതെങ്കിലും രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റും. അതായത് നമ്മൾ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയാറില്ല, സ്ത്രീകളൊക്കെ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ആയുധങ്ങൾ എന്തെങ്കിലും കയ്യിൽ വെച്ചു എന്നൊക്കെ പറയാറില്ല. എന്ന് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള എനർജി പരമായിട്ട് തകിടം എന്തെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ ശരിക്കും അതിനകത്ത് വിജയിക്കാൻ പറ്റും. വിജയിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ശാരികനെ പറയാനാണെങ്കിൽ ശാരിക നല്ലൊരു ആങ്കറാണ്, സംസാരിക്കാനൊക്കെ നല്ല കഴിവുള്ളതാണ്. പക്ഷെ അതിനകത്ത് ശരിക്കും പൂച്ചക്കുട്ടി ഓടണ പോലെ ഒരു അവസ്ഥയിലായിപ്പോയി. മിക്കവരും അങ്ങനെ തന്നെയല്ലേ. ശരിക്കും ഒരു മനുഷ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അത്. ഞാനത് വളരെ തുച്ഛമായ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോക്ക് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇത് ശരിയായ ഒരു പ്രോഗ്രാം അല്ല, അത് നമുക്ക് മനുഷ്യർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമൊന്നുമല്ല. എന്തൊരു അടിസ്ഥാനം, ഒരു കഴിവ്, ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള നാട്ടിൽ ഇത്രയും കഴിവില്ലാത്തൊരു രീതിയിലേക്ക് പോകുന്നത്
എന്നിട്ട് അത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ മുടക്കി പുറത്ത് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ, PR-മാർ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു കുട്ടി പഠിച്ച് ഒരു നല്ലൊരു കലാതിലകമോ കലാകാരിയോ ആയി മാറാനായിട്ട് നമ്മൾ കൊണ്ടുപോയി സ്കൂളിലാക്കി കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു സാധാരണപ്പെട്ട എത്ര കഴിവുള്ള പിള്ളേരായാലും ചെന്ന് പാടാനോ ആടാനോ കഴിവുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പൈസയുള്ള ഒരു നിയന്ത്രണത്തിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞ കഴിവുള്ളതായിട്ടുള്ള ഒരുത്തനും ജയിക്കില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവള് ബാധിച്ചല്ല, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന്. അവള് പെരുങ്കോട്ട് മോനെ വേറെ ചാത്തൻ്റെ കരിക്കുട്ടി സ്വാമിയുടെ എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളും അനുമോള് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ല. ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തകിട് അതിനകത്ത് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആ പാവ കയ്യിൽ നിന്ന് പോയി പിന്നെയും തിരിച്ചു കൊടുത്ത് പിന്നെ കൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ ഒരു ചരട് പോലും, അതായത് അരക്ക് കെട്ടിയ ചരട് പോലും പൊട്ടിച്ച് മേടിച്ച സ്ഥലമാണ് അത്. പിന്നെ അവക്ക് മാത്രം പ്രത്യേകം. ഇപ്പം ശരിക്കും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രോളും കിട്ടി ഞാനിത് പറഞ്ഞപ്പോൾ. കൂടോത്രം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചതിനകത്ത് വെച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. എൻ്റെ ഇടയ്ക്ക് വന്ന ആങ്കറിനെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു ഇതിന്റെ പവർ എന്താണെന്നുള്ളത്. അത് കൂടോത്രമല്ല, ചൈതന്യപരമായിട്ടുള്ള കാര്യം. ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അനുമോള് ബിഗ് ബോസിൽ ജയിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത് അവരത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയിലൂടെയാണ് അല്ലെങ്കിൽ ഈ കുട്ടിച്ചാത്തൻ പരമായിട്ട് ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചത് നിങ്ങളിപ്പോ പറഞ്ഞു. അവള് ജയിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാണ് ജയിക്കുമെന്ന്. അതെ, ഞാൻ പറയട്ടെ, അങ്ങനെ ചെയ്തത് അവള് ജയിച്ചു കഴിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത് അവള് ജയിച്ചെന്ന്. ഞാൻ ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ട് അവളാണ് ജയിക്കുന്നത്, ശരിക്കും വിൻ ചെയ്യേണ്ടത് അനീഷ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു വേറെ ചാനലിൽ. ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ എന്താ പറയാ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കാണുന്ന ഒരു ഷോ ആണ്. ആ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ മൊത്തത്തിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ബിഗ് ബോസിൽ ജയിക്കുന്ന ആള് ഈ കൂടോത്രവും കുട്ടിച്ചാത്തനെയും ഒക്കെ സേവിച്ചിട്ടാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മിഡിൽ ക്ലാസ് ആളുകളും ഇതുപോലെ ചെയ്താൽ അവർക്കും ജീവിതത്തിൽ ഉന്നമനത്തിലെത്താം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ലേ താങ്കൾ ഇപ്പോൾ പുറത്തു വിടുന്നത്? അത് ഞാനൊരു കാര്യം ചെയ്യട്ടെ, PR അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതായത് PR ചെയ്ത് എന്തോരം വ്യത്യാസം വന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് ഇവരൊന്ന് ഗെയിമിലൊന്ന് കളിച്ചു നോക്കി ആരായിരിക്കും. അല്ല, നമ്മൾ PR-നെ കുറിച്ചിട്ടല്ല, നമ്മൾ ഈ ചാത്തൻ സേവനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ചാത്തൻ സേവനെ കുറിച്ചിട്ട് തന്നെയാണ്. അതിനകത്ത് PR കൂടെ ഉൾപ്പെടുത്തിയോ? അതായത് എന്തുകൊണ്ട് കൗണ്ടിങ് നടന്നപ്പോ സ്റ്റോപ്പ് ചെയ്യിച്ചു മോഹൻലാൽ? അത് പിന്നീട് അതിന്റെ ഒറിജിനൽ കൗണ്ട് വന്നല്ലോ. നമ്മൾ ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്, നമ്മൾ ആ ഒരു ഉദാഹരണമായിട്ട് എടുത്തിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇപ്പൊ വിന്നർ ആയിട്ടുള്ള അനുമോള് ഈ ചാത്തൻ സേവയൊക്കെ നടത്തി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവള് നടത്തിയെന്നല്ല, അവൾ അതിനകത്ത് കൊണ്ടുപോയിരുന്ന പാവേനെ കുറിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ്സിലെ അധികം ആളുകൾ കാണുന്ന ഒരു ഷോ ആണ്. അപ്പൊ നിങ്ങൾ വന്നൊരു ഇന്റർവ്യൂവിൽ പറയാണ് ഈ അനുമോള് ജയിച്ചത് ഈ പാവം കൊണ്ടാണ്, ഈ പാവയിൽ കുട്ടിച്ചാത്തൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകളോട് നിങ്ങൾ പറയുകയാണല്ലേ, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ചാത്തൻ സേവ നടത്തി കഴിഞ്ഞാൽ നിങ്ങളും ഉന്നമനത്തിലേക്ക് എത്തും എന്ന് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം പറയല്ലേ ചെയ്യുന്നത്. അതായത് അവള് ചാത്തസേവ നടത്തുന്നു എന്നാണ് പറയുന്നത് അല്ലേ നിങ്ങൾ പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിൽ? അവള് ചാത്തസേവ നടത്തുന്നല്ല, സാത്താസേവയുള്ള ബിഗ് ബോസിനകത്ത് നിൽക്കാനായിട്ട് അവളുടേതായിട്ട് എനർജിക്കായിട്ടുള്ള പാവ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ പാവയിൽ നിങ്ങൾ ഒരു ചെറിയ പാവ വേണ്ട, ഒരു പേന മതി. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് സഹിതം നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മൾ തെളിവ് സഹിതം നമ്മൾ കൊടുക്കാറുണ്ട്. പ്രേതവാദം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് തെളിയിച്ചു തന്നാല. നിങ്ങൾ ക്യാമറ ആയിട്ട് വന്നാൽ ഞാൻ എടുക്കുന്ന ആളുടെ സമ്മതപത്രം മേടിക്കാമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം പ്രേതബാധ എന്താണെന്നുള്ളത്. നിങ്ങൾ ഇതിലൂടെ മാർക്കറ്റിംഗ് ചെയ്യല്ലേ? ഒരു മാർക്കറ്റിംഗും ഇല്ല. ഞാൻ മാർക്കറ്റിംഗ് ഒന്നുമില്ല, എനിക്ക് പരസ്യമൊന്നുമില്ല. എന്നെ തിരക്കി വരണമെന്നുള്ള ഇച്ചി പാടാ. എനിക്കൊരു ബോർഡും ഇല്ല, പരസ്യവും ഇല്ല.
അല്ല, നിങ്ങളിപ്പോൾ പറയുന്നു ബിഗ് ബോസിൽ അനുമോള് ജയിച്ചത് ചാത്തൻ സേവ കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ഇനി അടുത്ത സീസണിൽ ഒരാൾ പോകുമ്പോൾ ഉറപ്പായിട്ടും വിചാരിക്കും അപ്പൊ ഞാനും ചാത്തൻ സേവ ചെയ്ത ഇനി ജയിക്കും, അങ്ങനെയാണ് ഇപ്പൊ സുജിത്താശാന്റെ അടുത്ത് വരാമെന്ന് അതായത് ഇതിനകത്ത് തന്നെ വേറെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ, തകിട് പൊളന്ന് കാല വെച്ച് കഴിഞ്ഞ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ട് തൊടയിലൊക്കെ തകിട് പൊളന്നിട്ട് തകിട് വെച്ച് തയ്ച്ചു പറഞ്ഞൊക്കെ ഉണ്ട്. ആര് തൊടയിലൊക്കെ തകിട് പൊളന്നിട്ട് തകിട് വെക്കും. ആര് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പഴയ ഇത് വെടികൊള്ളാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനൊക്കെ അത്രക്ക് എനർജി ആയിട്ടുള്ള സാധനം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ അടുത്ത സീസണിൽ ഒരാൾ ഇപ്പൊ ബിഗ് ബോസിൽ പോവാണെങ്കിൽ ഇപ്പൊ ആശാന്റെ അടുത്ത് എൻ്റെ അടുക്ക വന്ന് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അല്ല, ആശാന്റെ അടുത്ത് വന്ന് ഈ മന്ത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ബിഗ് ബോസിൽ പോയാൽ ജയിക്കുന്നു പറയോ? ഇനിയിപ്പോ എല്ലാരും ഓട്ടത്തിലായിരിക്കും. എല്ലാ കാര്യം ഞാൻ ചെയ്ത് കൊടുക്കാം, ഞാൻ ജയിപ്പിക്കാം. അല്ല, അങ്ങനെ അവര് ജയിക്കുന്ന ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്, വരട്ടെ, വന്നാൽ ജയിപ്പിച്ചു ബിഗ് കൊടുക്കും. ബോസ് സെറ്റിൽ ഞാൻ വിളിച്ചു പറയും. അതായത് അതിനകത്ത് ഈ അനുമോള് ജയിക്കുമെന്ന് ആർക്കൊക്കെ അറിയായിരുന്നു എന്നുള്ളത് അറിയാം? എനിക്കറിയില്ല. 15 ലക്ഷം 20 ലക്ഷം 50 ഇത് കൊടുക്കുന്ന PR-മാർക്ക് അറിയാം. 1. 2, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ തന്നെ എയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവർ ജയിക്കാനുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവരെയൊക്കെ തട്ടും. അതായത് ഓരോ സ്ഥലത്തും നമ്മളൊരു ക്ഷേത്രാന്തരീക്ഷമായാലും ഒരു മഠവന്തരീക്ഷമായാലും ഒരു ചർച്ച് പള്ളിപരമായിട്ടായാലും അവിടെ ഒരു എനർജി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മുസ്ലിം പള്ളിയുടെ അകത്തുള്ള എനർജി അല്ല ക്രിസ്ത്യൻ പള്ളിയുടെ അകത്തുള്ള എനർജി, വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ക്ഷേത്രപരമായിട്ടുള്ള എനർജിക്ക് വ്യത്യാസം ഉണ്ടാകും. അവരേത് ജാതിയിൽ ഏത് മതത്തിലാണോ നിൽക്കുന്ന ആ ആള് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള രക്ഷ അവർ കയ്യിൽ സൂക്ഷിച്ചാൽ ഏത് നെഗറ്റീവ് സ്ഥലത്ത് ചെന്നാലും അവർക്ക് വിജയം ഉറപ്പാണ്. അത് അത്യാവശ്യം കഴിവുള്ള ആളായിരിക്കുമല്ലോ ഇതിനിറങ്ങണത്. അപ്പൊ അവരുടെ കഴിവാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. കഴിവെന്ന് പറയാനായിട്ട് കയ്യും കാലും ഇല്ലാത്തവരെ വിടാൻ പറ്റുമോ? ഇതിനകത്ത് പോകുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്? ഇതിനകത്ത് പോയിട്ട് തന്നെ 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ എന്താ അതിന് പ്രൈസ് ഉണ്ടല്ലോ. ഇതിനകത്ത് പോകുന്നതായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെല്ലാവരും ഉണ്ടാ അതിനകത്ത്? ഞാൻ പുറത്ത് എത്രയോ പേര് കഴിവുള്ളവരുണ്ട്. അവരെന്താണ് കാണിക്കാത്ത പുറത്ത്? ഞാൻ പറഞ്ഞില്ലേ, കഴിവുള്ളതായിട്ടുള്ള കുട്ടികൾ ഇവിടെ ഈ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കലാപരമായിട്ടുള്ള സ്കൂൾ ഇതിൻ്റെ പറ്റ തന്നെ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇതിൻ്റെ പറ്റേ തന്നെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ പോകുന്നതും വരുന്നതും. അപ്പൊ ഈ ബിഗ് ബോസ് സെറ്റ് ഒരു ഇലുമിനാറ്റി പോലത്തെ സെറ്റാന്നാണോ നിങ്ങൾ പറയുന്നത്? അത് തന്നെ. അതിനകത്ത് വേറെ മാറ്റം. അതിനകത്ത് ഞാൻ ബുക്ക് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ചിഹ്നങ്ങളുടെ ഡിസൈൻ കാര്യങ്ങൾ ബുക്ക് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി ഇൻ്റർവ്യൂ വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ്, ഇലുമിനാറ്റി എന്ന് പറയുന്ന കണ്ണ് ആണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ പരസ്യം തുടങ്ങുന്നത് കണ്ട, അതായത് 996 666 13 എന്നൊക്കെ പറയുന്ന നമ്പറുണ്ട്. ലൂസിഫർ, ഇതെല്ലാം സാത്താൻ സേവയിൽ പെട്ടതാണ്. ഈ സാത്താൻ സേവയിൽ പെട്ടതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അറിവില്ലാതെ, സാത്താൻ സേവ എന്താണെന്ന് അറിവില്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈലിലൊക്കെ നമ്മളൊന്ന് ചകഞ്ഞു പോകാമെങ്കിൽ ഇതിനെ കാണിക്കും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പെൺപിള്ളേരാണ് കൂടുതലും ഇതിൻ്റെ പുറകെ പോകണം. ഇത് ചെയ്യും, മുടി കെട്ടിയതും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇവരുടെ മേത്ത് നെഗറ്റീവ് എനർജി തനിയെ കയറും. പുറത്തുനിന്ന് കയറിയിട്ട് ലാസ്റ്റ് അവർക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് പോകും. നിങ്ങളിപ്പോ ഈ മന്ത്രത്തിലൂടെയും അതിലൂടെയും ഒക്കെ ഒരാളെ ജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. മന്ത്രമല്ലല്ലോ, നമ്മുടെ തന്ത്രം. ഈ തന്ത്രത്തിലൂടെ ഒരാളെ ജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കേരള സർക്കാർ നടത്തുന്ന ഈ ലോട്ടറി പോലത്തെ സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഈ ലോട്ടറി എടുത്തിട്ട് നിങ്ങൾ തന്നെ എടുക്കണമെന്നില്ല, വേറൊരു തേർഡ് പേഴ്സണെ കൊണ്ട് എടുപ്പിച്ചിട്ട് ആ പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ലോട്ടറി എന്ന് പറയുന്ന സാധനത്തിന്റെ ലോട്ടറി തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. ലോട്ടറി എന്ന് പറയുന്ന സാധനം അതിന്റെ കൗണ്ടിങ് കിടക്കണം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
3:30 മണിയാകുമ്പോൾ കൗണ്ടിങ്, പഞ്ചായത്ത് പ്രസിഡന്റ്, രേഷ്മ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൗണ്ടിങ് കിടക്കുന്നത്. ഇതെന്തോരം വിറ്റ് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ദിവസവും ഫസ്റ്റ് പ്രൈസ് വെച്ച് വരുന്നുണ്ട്. എല്ലാ ദിവസവും ഈ പ്രൈസ് അടിച്ചവരെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഉണ്ടോ? ബമ്പറെടുക്കുന്ന ആളെയല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇതാ. കൃത്യമായിട്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് അടിക്കുന്നതായിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് തന്നെ കൂട്ടിക്കോ. നമ്മൾ അവരെ കുറിച്ച് വാർത്തകൾ കാണാറുണ്ടല്ലോ, അവർ വല്ലപ്പോഴും ഒരെണ്ണം കാണിക്കണ 365 ദിവസം ലോട്ടറി ഉണ്ടെങ്കിൽ 365 ദിവസം പ്രൈസ് വീഴുന്നുണ്ട്. ഈ പറയുന്ന നമ്പറുകളിലുള്ള അവിടെ കൃത്യമായിട്ട് പൈസ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിക്കുന്നത് അല്ല ചോദിക്കണം, ഞാൻ പറഞ്ഞു തരാം. അതായത് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അവൻ തീരുമാനിക്കും. ഇന്ന് ഒരു കമ്പ്യൂട്ടർ വഴിയാണ് ഈ ലോട്ടറി സെയിലിംഗ് നടക്കുന്നത്, അറിയോ? ഇത്ര സെയിൽ എവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് കമ്പ്യൂട്ടറിങ് ഓഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇല്ല, പറ്റുമോ ഇല്ലയോ? എനിക്കറിയില്ല. അതെന്താ അറിയില്ലെന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ പറയൂ. അതായത് കേരളത്തിൽ എത്ര ലോട്ടറി വിറ്റിട്ടുണ്ടെന്ന് അതിന്റെ ലോട്ടറി ഹെഡ് ഓഫീസിൽ അറിയാം. എത്ര നമ്പർ തൊട്ട് എത്ര നമ്പർ വരെ പോയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അൺസോൾഡ് ചെയ്തിരിക്കുന്ന എത്രയുണ്ടെന്നുള്ളത് അറിയാം. മനസ്സിലായി? വിൽക്കാതെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള, അതായത് കെട്ടുകളായിട്ട് ഇത്ര കയ്യിലിരിക്കുന്നതായിട്ടുള്ളതും അതിന് കണക്കുണ്ട് ഏജൻസികളിൽ. മനസ്സിലായോ? ചൂതുകളിയാണത്. അതൊരു ആസ്ട്രോളജി പരമായിട്ടോ ഒരു മന്ത്രവാദപരമായിട്ടോ ഒരു തന്ത്രപരമായിട്ടോ അതിന് കണ്ടുപിടിക്കാനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പെന്ന് തന്നെ പറയാം. കേരള ചോദിക്കുന്നത് ലോട്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അതിന്റെ കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞ ലോട്ടറിയുടെ നമ്പർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പാസ്സാകുമോ എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഏത് എനർജിയാണ് കുറവ് വന്നിരിക്കുന്നത് ആ എനർജി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾ എനർജി തരുന്നു. അതെ. ഞാൻ ഈ ലോട്ടറിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള കാര്യമല്ല ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ തന്ത്രം വെച്ചിട്ട് ഒരാളിപ്പോൾ ബിഗ് ബോസിൽ ജയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതേ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇപ്പോൾ ലോട്ടറി വേണ്ട, കേരള സർക്കാർ ലോട്ടറി വേണമെന്നില്ല, അല്ല വേണമെന്നില്ല. പക്ഷെ മറ്റു മാർഗങ്ങളിലൂടെ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് ഈ പാവപ്പെട്ടവരെയൊക്കെ ഒരു ഉന്നമനത്തിൽ എത്തിക്കാൻ തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അവർക്ക് വേണ്ടത് ഈ എനർജിയാണ്. അല്ലാതെ അവർ പരീക്ഷ പാസ്സാക്കാനുള്ള എത്രയോ പേര് PSC ഈ പ്രാവശ്യം എനിക്ക് വന്നിരിക്കുന്നത് PSC ലിസ്റ്റിൽ വന്നിരിക്കുന്നതും അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതും ഗൾഫിലേക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒത്തിരി ടീം എനിക്ക് അവിടെ വന്നിട്ടുണ്ട്. നടക്കില്ലെന്ന് പറഞ്ഞ കേസ്. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതിന് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് പൈസ ഒക്കെ എങ്ങനെയാണ് വാങ്ങുന്നത്? പൈസ അല്ല, നമുക്ക് ദക്ഷിണ സമർപ്പണമാണ്. അതായത് ആദിവാസി സമ്പ്രദായപരമായിട്ടാണ്. അതായത് ദക്ഷിണ സമർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാമ്പുകടിയൊക്കെ ഏറ്റൊക്കെ വരുന്ന ആദിവാസിപരമായിട്ടുള്ളത് നിങ്ങൾ കേട്ട് കാണിയല്ല. ഇപ്പോഴത്തെ തലമുറക്കൊന്നും അത്ര നോളജൊന്നുമില്ല. അതായത് അവർ ഞങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് ഞങ്ങളെ കയ്യിൽ മേടിക്കാറുമില്ല. അവിടെ ഉരുളി എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകും. സമൂഹ സേവനമാണോ ചെയ്യുന്നത് അപ്പോൾ താങ്കൾ? തീർച്ചയായിട്ടും ഇത് സേവനമാണല്ലോ. ഇത് പൈസ ഒന്നും വാങ്ങുന്നില്ല ഈ സേവനത്തിന്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇതിനകത്തുള്ള എനിക്ക് ജീവിക്കാനായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ആയിരുന്നു. എനിക്കൊരു ആഴ്ചയിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ ഞാൻ ശമ്പളം കൊടുത്തിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിൽ കൂടുതൽ ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് അന്നന്ന് ജീവിച്ചു പോകാനായിട്ട് വെറും 100 രൂപ 150 രൂപ ചിലവേ ഉള്ളൂ. നിങ്ങൾ സേവനാണെന്ന് പറഞ്ഞിട്ട് ഈ അംബാനി ജിയോ കമ്പനി ഉണ്ടാക്കിയല്ലോ, ജിയോ സിം ആദ്യം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പൈസ കിട്ടി, ഇപ്പൊ നല്ല രീതിയിൽ പൈസ കിട്ടി. അതുപോലെയാണോ താങ്കളുടെ മാർക്കറ്റിംഗ്? ഞാനിപ്പോ എൻ്റെ അടുത്ത് അല്ല, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ അംബാനി ചെയ്തതുപോലെ ആദ്യം സിം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പൈസ കൂട്ടും, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പൈസ കിട്ടും. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ മൂർത്തിഭാവങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഒരാൾ വീട്ടിലേക്ക് ഒരു മഠത്തിലേക്ക് കയറി വന്ന് അവർക്ക് ഇരിക്കാനായിട്ടൊരു കസേര വേണോ? ഒരു വൈകല്യമുള്ളതോ ഒരു വയ്യാതെ വരുന്നതോ അവന് ഇരിക്കാനായിട്ടൊരു കസേര കൊടുക്കണം.
അവിടെ കിടക്കുന്ന കസേരയൊക്കെ ഓരോരുത്തർ സമർപ്പിച്ചത് മാത്രമല്ല, ഞാൻ മേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ കുറേ കുറഞ്ഞ് ഒടിഞ്ഞ്. അവർക്ക് വെട്ടവും വെളിച്ചവും അവിടെ വേണം. അവർക്ക് മൂർത്തിഭാവപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടതായിട്ടുള്ള പൂവും പുഷ്പവും അന്നപരമായിട്ടുള്ളതും എണ്ണയും തിരിക്കുമുള്ള സാമ്പത്തികം അവിടെ നമ്മൾ ചടങ്ങിലേക്ക് വേണ്ടി വന്നാൽ നമ്മളത് ചോദിച്ചും പറയാറുണ്ട്. അതവർ ചെയ്യും. അല്ലാതെ എനിക്ക് ഇത്ര രൂപ ഫീ വേണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരു മനുഷ്യരെ, അവിടെ 1000-ന് മേളിൽ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ നിന്ന് എനിക്ക് ഇത്ര രൂപ പണിക്കാശ് വേണമെന്നും പറഞ്ഞ് പണി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിക്കളെ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പല മഠങ്ങളിലും ബെൻസും ഫോർച്യൂണറും വലിയ അമ്പാടിയൊക്കെ കാണുന്ന മഠങ്ങളും അതൊക്കെ കാണുമായിരിക്കും. പക്ഷെ അവരെ എന്നെ കൂട്ടി നിങ്ങൾ കൂട്ടി ചോദിപ്പിക്കാൻ നോക്കണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി വരികയാണെങ്കിൽ ഇനി ഒരു മഠം കൂടെ വരുന്നുണ്ട്. അത് ട്രസ്റ്റാണ്. അതായത് എന്നെ കൊണ്ട് കഴിയാവുന്ന 10 പേരെ സംരക്ഷിക്കുക. ചേർത്തല ഹോസ്പിറ്റലിന് ഫ്രീ ആയിട്ടൊരു ആംബുലൻസ് കൊടുക്കുക. ഫ്രീ ആയിട്ട്. അതായത് ഒരു രോഗിക്ക് 1 രൂപ മുടക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ഒരു ആംബുലൻസ്. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം ആണോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പൈസ കൂട്ടിയതാക്കുന്ന നിങ്ങളൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ കാര്യം പറയുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമ്പത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാനും കൂടുതൽ സ്ഥലങ്ങളുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കടമുറികളുണ്ട്. ഇതൊക്കെ വെറുതെ കിടക്കേ, ഓപ്പൺ ചെയ്യാതെ കിടക്കേ, പുതിയ ബിൽഡിങ് വരെ. എനിക്ക് എൻ്റേതായിട്ടുള്ള ജീവിക്കാനുള്ളതായിട്ടുള്ള തുച്ഛമായ ചെലവ്, സമൂഹ സേവനം തന്നെ ശരിക്കും തന്നെ അത് തന്നെ പറയണം. എൻ്റെ അടുക്ക് വരുന്നതായിട്ടുള്ള വന്നിരിക്കുന്നതായിട്ടുള്ളവർക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ് മേടിച്ചവരുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ഇത് തരാം. ഈ കേരളത്തിലെ ആളുകളെല്ലാവരും ബുദ്ധിജീവികളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് എത്ര പേര് വരാറുണ്ട്? ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും അന്ധവിശ്വാസം ഇല്ലാത്ത, അതായത് അന്ധവിശ്വാസം തന്നെ. ഒരു ദിവസം എത്ര പേര് വരാറുണ്ട്? ഒരു ദിവസം ശരാശരി ഒരു 10-20 പേര് കുടുംബം പോരും. എന്തൊക്കെയാ മെയിനായിട്ട് ചെയ്യുന്നത് നിങ്ങൾ? അവരുടെ പ്രശ്നപരിഹാരം അത്രേ ഉള്ളൂ. എന്തൊക്കെ? അത് അവരുടെ ഓരോരുത്തരുടെ വിഷയങ്ങൾ ഏതാണോ ആ വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരെ സംരക്ഷിക്കുക.